ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അബ്സല്യൂട്ട് ബീങ്ങിനെ പറ്റിയാണ്. കഴിഞ്ഞ വട്ടം ഞാൻ ഇട്ടത് ആഷ്ബോണിനെ പറ്റിയായിരുന്നു. ഇന്ന് നമുക്ക് അബ്സല്യൂട്ട് ബീങ്ങിനെ പറ്റി കാണാം. അബ്സല്യൂട്ട് ബീങ് ആരായിരുന്നു, അബ്സല്യൂട്ട് ബീങ് എന്തുവാണെന്നും അബ്സല്യൂട്ട് ബീങ്ങിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ദ ഗോഡ് ഓഫ് സോളോ ലെവലിംഗ് എന്ന ആനിമയ്ക്കകത്ത് അറിയപ്പെടുന്ന അബ്സല്യൂട്ട് ബീങ് ദ ഗോഡ് ഓഫ് സോളോ ലെവലിംഗ് അതൊരു ഗോഡായിട്ടും അറിയപ്പെടുന്നുണ്ട്. സത്യത്തിൽ അബ്സല്യൂട്ട് ബീങ് മരിച്ചു കഴിഞ്ഞു. പക്ഷേ അബ്സല്യൂട്ട് ബീങ് മരിച്ചു കഴിഞ്ഞിട്ട് അബ്സല്യൂട്ട് ബീങ്ങിന്റെ ഒരു സ്റ്റാച്ചു ആയിരുന്നു സോളോ ലെവലിങ്ങിൽ ഇവിടെ സങ് ജിൻഹുവിന്റെ ആ കാസ്റ്റലിൽ സങ് ജിൻഹുവിനെ കൊല്ലാനായിട്ട് ഇരുന്നത്. സത്യത്തിൽ നമ്മൾ ആഷ്ബോണിനെ പറ്റി പറഞ്ഞിരുന്നു. സങ് ജിൻഹുവിന് ആ ബ്ലാക്ക് ഹാർട്ട് കൊടുക്കാൻ വേണ്ടി ആഷ്ബോൺ ചെയ്തൊരു കാര്യമായിരുന്നു അത്. അങ്ങനെ അതിൽ നമ്മൾ സോളോ ലെവലിങ്ങിന്റെ മറ്റേ അബ്സല്യൂട്ട് ബീങ്ങിന്റെ ഒരു ഇമേജ് ഒരു വൃത്തികെട്ട പിശാച് പോലെയായിരിക്കും നമ്മൾ കണ്ടത്. ഇതാണ് അതിന്റെ റിയൽ ഇത്. അത് കറുത്തിരിക്കും, ഇത് വെളുത്തിരിക്കുന്നു. ഇതായിരുന്നു അത്. സ്റ്റാച്ചു ആയതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത് ഗൈസ്. അപ്പൊ ഇതാണ് റിയൽ ഇമേജ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ സോളോ ലെവലിങ്ങിൽ ഈ അബ്സല്യൂട്ട് ബീങ് മരിച്ചതിന് ശേഷം വാർ കൂടാൻ തുടങ്ങി. ഒത്തിരി വാർ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആഷ്ബോണിന് നേരത്തെ അറിയാമായിരുന്നു ഇതുപോലെയൊക്കെ നടക്കുമെന്ന്. അത് കാരണമാണ് ആഷ്ബോൺ പോയി ആ മറ്റുള്ള റൂളേഴ്സിനെയൊക്കെ നിർത്തിയത്. പക്ഷെ ആഷ്ബോണിനെ അബ്സല്യൂട്ട് ബീങ്ങിനെ ചേർത്ത് കൊന്നു കളഞ്ഞു. അങ്ങനെ ദ ഗോഡ് ഓഫ് സോളോ ലെവലിംഗ് എന്നറിയപ്പെടുന്ന ഈ വലിയ അബ്സല്യൂട്ട് ബീങ്ങിനെ ആ റൂളേഴ്സ് എല്ലാം ചേർന്ന് കൊന്നു കളയുന്നു. അതിനുശേഷം അബ്സല്യൂട്ട് ബീങ്ങിന്റെ വലിയൊരു സ്റ്റാച്ചു തന്നെ അവിടെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ആഷ്ബോണിന് അബ്സല്യൂട്ട് ബീങ്ങിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കാരണമായിരുന്നു അബ്സല്യൂട്ട് ബീങ്ങിനെ അവിടെ വെച്ചിരുന്നത്. അബ്സല്യൂട്ട് ബീങ്ങിന്റെ സ്റ്റാച്ചു ആ കാസ്റ്റലിൽ വെച്ചിരുന്നത്. അപ്പോ അബ്സല്യൂട്ട് ബീങ്ങിനെ അവിടെ വെച്ചതിന് ശേഷം അങ്ങനെയായിരുന്നു അബ്സല്യൂട്ട് ബീങ്ങിനെ അവിടെ വെച്ചിരുന്നത്. ഇത്രയും ഇതുണ്ട് അബ്സല്യൂട്ട് ബീങ്ങിനെ പറ്റി പറയാൻ. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരുന്നത്. അബ്സല്യൂട്ട് ബീങ് വലിയൊരു ആളാണ്. അത്രയ്ക്കൊക്കെ ചെയ്തതിന് ശേഷം അബ്സല്യൂട്ട് ബീങ് ആണെങ്കിൽ ഒരു ക്രിയേറ്റർ ആയിട്ടും അവന്മാരത് കൊന്നു കളഞ്ഞു. ഇതാണ് അബ്സല്യൂട്ട് ബീങ്ങിന്റെ സ്റ്റോറി ഗൈസ്. അബ്സല്യൂട്ട് ബീങ് ആണെങ്കിൽ എല്ലാത്തിനും ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് സോളോ ലെവലിൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് തന്നെ സോളോ ലെവൽ അവരുടെ റൂളേഴ്സിനെ കൈ കൊണ്ട് തന്നെ ആ ഗോഡ് മരിക്കുന്നു. മോനാർക്സ് ഒന്നും ആ മനുഷ്യനെ ഒന്നും ചെയ്തിട്ടില്ല. മനുഷ്യനെ കാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒന്നും ചെയ്തു, മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടും ഈ അബ്സല്യൂട്ട് ബീങ് ചെയ്തിരിക്കുന്നു. Okay guys, thank you for watching.